യെരുശലേമിൽ നിനക്ക് കഷ്ടം വരുന്നു എന്ന് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. ആ കഷ്ടം എന്താണെന്ന് എനിക്കറിയാം. കഷ്ടം വരുന്ന എനിക്കറിയാം, പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറ്റുന്നില്ല. എടാ, എൻ്റെ സ്വന്തം പ്രാണനെ ത്യജിക്കാൻ മനസ്സുള്ളവന് കഷ്ടങ്ങളെ പറ്റി എന്തിനാ ഭാരപ്പെടുന്നു? നമ്മൾ തമാശ പറയത്തില്ലയോ, പിന്നെ ആറ്റിച്ചാടി ചാകാൻ പോകും കുടയും പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ പോലെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, പനി പിടിക്കുമല്ലോ, മഴവെള്ളം തല വീണാൽ പനി, അതുകൊണ്ട് കുടയും പിടിച്ചോണ്ട് ആറ്റിച്ചാടിച്ചാകാൻ പോകുന്നത് പോലെ അല്ല ഞാൻ പോകുന്നത്. എൻ്റെ ജീവനെ തേച്ചാൽ ഞാൻ തയ്യാറാണ്. പിന്നെ അവരുടെ കഷ്ടങ്ങൾ എനിക്ക് എന്താ കുഴപ്പം? അവർ ജയിലിലിടുവോ കെട്ടിത്തൂക്കോ എന്തിനും ചെയ്തോട്ടെ, അത് എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അതൊന്നും ഞാൻ എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോൾ എന്താണ്, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ ദൈവം ഫലമേൽപ്പിച്ചതിന് ശുശ്രൂഷയുണ്ട്, അതെനിക്ക് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ നല്ലവനും വിശ്വസനമായിരിക്കും ദാസനെ എന്നുള്ള വിളി കേട്ട അവൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും.